ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് +2 പരീക്ഷ എഴുതാൻ പോണ ആൾക്കാർക്ക് ഉള്ള കുറച്ച് സ്റ്റഡി ടിപ്പുകളാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ 2 സയൻറ്റിഫിക് ആയിട്ട് നിങ്ങളെങ്ങനെ പഠിക്കണം എന്നുള്ള ആ 2 കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ ഉപയോഗിച്ച കുറച്ച് മെത്തേഡുകൾ, എനിക്ക് +2 ഫുൾ A+ ആയിരുന്നു. അത് ഞാൻ ഉപയോഗിച്ച കുറച്ച് മെത്തേഡുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതായിട്ടും നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ വെറുതെ വാച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇത് കാണണ്ട. അതെന്താ വെച്ചാൽ ഇത് വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിലത്തെ ഫുള്ള് കാണണമെങ്കിൽ അതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പ്രവർത്തിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങളിത് കാണാതിരിക്കുന്നതാവും ഭേദം. എൻ്റെ പേര് ഡൽവിൻ സിരാജു. പിന്നെ ഈ വീഡിയോ സ്റ്റഡി പ്രൊഡക്ടിവിറ്റി എന്നുള്ള പ്ലേലിസ്റ്റിലെ വീഡിയോ ആണ്. നിങ്ങൾ ഇതുവരെ ആ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ആൾ ഈ എങ്ങനെയാണ് +2 സ്റ്റഡി ടിപ്സും അതുപോലെ പ്രാക്ടിക്കൽസിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കണേ. ഈ ചാനൽ എന്തിനാണ് തുടങ്ങിയെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് 10 തൊട്ട് +2 വരെ ഫുള്ള് പ്രൊഡക്റ്റീവ് ആയിട്ടായാലും എങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് ടൈമിനുള്ളിൽ ചെയ്യണം. ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. അതിൽ ആരാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യണേ അവരെ മിക്കവാറും നല്ല നിലയിലെത്തുക എന്നാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്തു. എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇപ്പോൾ അന്നാളുള്ളതായിട്ടും നന്നായിട്ട് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി കുറേ ട്രിക്കുകളും ടിപ്പുകളൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് വൈ, വാട്ട്, ഹൗ, വെൻ ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. വാട്ട് എന്ന് പറഞ്ഞ പർപ്പസ്, നിങ്ങൾ എന്തിനാണ് പഠിക്കണമെന്നുള്ളത്. പിന്നെ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണേ അത്. പിന്നെ ഹൗ, പിന്നെ വെൻ പ്ലാൻ ചെയ്യുക എവിടെ വെച്ചാൽ അത് ഫുൾ നമ്മളിങ്ങനെ സെഗ്മെൻറ്റൈസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ടേബിൾ ഓഫ് കണ്ടൻസ് ഒന്ന് കണ്ടോളൂ. സെഗ്മെൻറ്റ് 1 വൈ യു സ്റ്റഡി. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പഠിക്കണം, എന്താ വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ബേസ് വരുന്നത് വൈ യു സ്റ്റഡിയാണ്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണമെന്ന് അറിയാതെ നിങ്ങൾ ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല. അത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കായാലും എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടാവും. നല്ലൊരു കമ്പല്ലിങ് കോഴ്സ് അല്ലെങ്കിൽ വില്ലുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണമെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ എന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് നല്ല ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വലിയൊരു കരിയറൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കരിയർ പാത്തൊക്കെ സെറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളത് നല്ല ഈസി ആയിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ നമ്മൾക്കൊരു പർപ്പസ് ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ 8ാം ക്ലാസ്സിൽ എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സന്ധ്യ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ടായിരുന്നു എനിക്ക്. ആ ടീച്ചർ ഫിസിക്സ് കോൺസെപ്റ്റ്സ് വെച്ചാൽ ഒക്കെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ടീച്ചർ അങ്ങനെ ഉത്തരം പറയും. ഞാൻ കൺസിഡർ ചെയ്തായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു അത്. അങ്ങനെ എനിക്ക് ഫിസിക്സിനോട് ഭയങ്കര താല്പര്യമായി. പിന്നെ എങ്ങനെയാണ് ഈ യൂണിവേഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റഡി ഓഫ് നേച്ചറാണ് ഫിസിക്സ് എന്ന് പിന്നെയാണ് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ ഫിസിക്സ് തന്നെ നന്നായിട്ട് എടുത്തു പോയി. അങ്ങനെ നിങ്ങൾക്കൊരു കമ്പല്ലിങ് കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളത് നല്ല സിമ്പിളായിട്ട് തോന്നും. സെഗ്മെൻറ്റ് 2 വാട്ട് ഈസ് എസെൻഷ്യൽ. ഈ ബുക്ക് കണ്ടില്ലേ, ഇതാണ് സ്റ്റുഡൻസ് ഇന്ത്യ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ +1 +2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളൊരു എല്ലാ ചാപ്റ്ററിൻ്റെ പിന്നിലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങളായിരിക്കും ഈ വർഷം ഇടുക. അത് അങ്ങനെ തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക, പഠിക്കുക. ഇത് ചില ആൾക്കാരൊക്കെ ഇതിപ്പോൾ കുറേ ഉണ്ട് പഠിക്കാൻ. നിങ്ങൾക്ക് പരേറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു 5 പഠിക്കുകയാണെങ്കിൽ അതിലത്തെ ഒരെണ്ണം മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുള്ളൂ. 20% റൂൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നോ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ആയാലും അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എനിക്ക് തന്നെ പറയാൻ പറ്റും പ്രീവിയസ് ഇയർ പഠിച്ചാൽ എനിക്ക് ഫുൾ A+ കിട്ടുമെന്നും പറയാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു അറിവിന് വേണ്ടി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എത്ര ഈ മാർക്കിന് വേണ്ടി പഠിച്ചാലും പിന്നെ അതിൻ്റെ അപ്പുറത്തെ ദിവസം നിങ്ങൾ പരീക്ഷ എഴുതിയതിൻ്റെ അപ്പുറത്തെ ദിവസം തന്നെ ഫുൾ അങ്ങോട്ട് നിങ്ങളുടെ തലയിൽ നിന്നൊക്കെ ബ്രെയിൻ സ്റ്റോം ആയിട്ടുണ്ട് പോകും. പക്ഷേ എക്സാമിന് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ അറിവിന് വേണ്ടി പഠിക്കണം. പക്ഷേ എക്സാം എഴുതുമ്പോൾ ജസ്റ്റ് ആ ഒരു ടൈമിൽ എക്സാം ഫോക്കസ്ഡ് ആയിരിക്കണം. അത് എക്സാമിന് വെയിറ്റേജ് പ്രയോറിറ്റി 1 കൊടുക്കണം. പിന്നെ അറിവിന് പ്രയോറിറ്റി 2 കൊടുത്താൽ മതി. പക്ഷേ ലോങ് ടേം ഗോള് എപ്പോഴും നമുക്ക് ഈ അറിവിന് തന്നെയാണ് പ്രയോറിറ്റി 1 ഉണ്ടാവുക. ഇത്രയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. സെഗ്മെൻറ്റ് 3 ഹൗ യു സ്റ്റഡി. 3 കാര്യങ്ങളാണ് ഇതിൽ പറയണത്. ആക്റ്റീവ് റിക്കോൾ, സ്പേസ്ഡ് റിപ്പീറ്റേഷന്, പോമഡോറോ ടെക്നിക്. പോമഡോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ കുറേ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോകളിലൊക്കെ. അതായത് 25 മിനിറ്റിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്കത് നല്ല എഫിഷ്യൻ്റ് ആവും. നിങ്ങളുടെ 5 മിനിറ്റിൽ നിങ്ങളുടെ തലയിൽ അത് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വെള്ളം കുടിക്കുക, സ്നാക്സ് കഴിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ഈ 5 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചുള്ളതാണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കണേ എന്നുള്ളത് 2 ടെക്നിക്കാണ്: ആക്റ്റീവ് റീകോളിങ്ങും സ്പേസ്ഡ് റിപ്പീറ്റേഷനും. ഈ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളത് റീകോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്താണെങ്കിലും നിങ്ങളത് വായിച്ച് പഠിക്കുകയാണെങ്കിലും അത് ആക്റ്റീവ്ലി നിങ്ങൾ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ക്രാമിംഗ് എന്ന് പറയും വേറെ, ഇങ്ങനെ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുക, എന്താ പഠിക്കേണ്ടത് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, അത് ഒരിക്കലും നമുക്ക് പറ്റുന്നതല്ല. കാരണം എന്താ വെച്ചാൽ അത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചുള്ളതാണ്. ഒരിക്കലും അത് നല്ലൊരു വേ അല്ല പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആക്റ്റീവ് റീകോൾ ചെയ്യുക, അത് പറഞ്ഞിട്ട് ഒന്ന് ആക്റ്റീവ്ലി റീകോൾ ചെയ്യുക, അതുപോലെ റീഇൻഫോഴ്സ് ചെയ്യുക. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ എന്നെ വേറൊരു സംഭവമാണ്. ഈ ആക്റ്റീവ് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആക്റ്റീവ് റീകോൾ ചെയ്യണമെങ്കിൽ അത് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ചെയ്യണം. അതായത് ഒരു ടൈം ഇൻ്റർവെല്ലിൽ, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് അത് റീഇൻഫോഴ്സ് ചെയ്യണം. നമ്മുടെ ബ്രെയിനിൽ ഇത് പഠിച്ചത് ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തണം. അതാണ് നമ്മുടെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാനിങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ മാജിക് ഓഫ് 3 എന്നാണ് ഞാൻ വെറുതെ അതിന് പേരിട്ടങ്ങനെ. എനിക്കെന്താ വെച്ചാൽ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അതായത് ആദ്യം ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ സ്പേസ്ഡ് റിപ്പീറ്റേഷന് പകരം അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് റീകോൾ ചെയ്യുക. അപ്പോൾ നമുക്കത് കിട്ടണമെങ്കിൽ ഓക്കെ. ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ 1, 2, 3 നമ്മൾ റീകോൾ ചെയ്യുക. അപ്പോൾ അതിന് 3 പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഇതിൻ്റെ അടുത്ത് 4ാമത്തെ നമ്മൾ അതുപോലെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. അതിൻ്റെ 2, 3, 4 റീകോൾ ചെയ്യുക. അതിന് 5ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കുക. എന്നിട്ട് 3, 4, 5 റീകോൾ ചെയ്യുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിന് മുമ്പ് നമ്മളെ നല്ല എഫക്റ്റീവ് ആവുകയും ചെയ്യും പഠിത്തം. അതാണ് ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കാറ്. സെഗ്മെൻറ്റ് 4, സ്റ്റഡി വിത്ത് ഫ്രണ്ട്സ്. നമുക്കറിയാലോ, നമ്മുടെ മോട്ടിവേഷനും അതുപോലെ എല്ലാം നമുക്ക് ചിലപ്പോഴൊക്കെ പോയി കിട്ടും. അത് ആരാണെങ്കിലും, നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കെല്ലാം ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ മോട്ടിവേഷനൊക്കെ ആയിട്ട് പോയി കിട്ടും. നിങ്ങൾക്കിപ്പോൾ പഠിക്കണം എന്നൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പഠിക്കും എന്നുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ ഡിമ്മായിട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സ് വേണമെന്ന് പറഞ്ഞാൽ എനിക്കിത് എസെൻഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് +2 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലാർജ് ഒരു ജേണിയാണ്. ജേണി മീൻസ് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും തീരില്ല, അങ്ങനെ കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്താൽ പിന്നെ നമ്മളത് മാസ്റ്റർ ചെയ്തു, ആ പഠിപ്പ് എന്നുള്ളത് മാസ്റ്റർ ചെയ്തു. എൻ്റെ കേസിൽ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആൻസൺ ശിവാന്ത് എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അവരും ഞാനും കൂടിയിട്ടാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പരമാവധി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. എനിക്ക് ഇപ്പോഴും ഞാൻ +2 പഠിച്ചു എന്ന് ഇതുവരെ തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മെമ്മറീസ് സ്റ്റോർ ചെയ്യായിരുന്നു. അതായത് വെറുതെ ചിലപ്പോൾ ബ്രേക്കിന് ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോകും, അല്ലെങ്കിൽ വെറുതെ ചിലപ്പോൾ കളിക്കാൻ പോകും, ഫുട്ബോൾ കളിച്ചിട്ട് എന്നിട്ട് രാത്രി വന്നിട്ട് ഇരുന്ന് പഠിക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങളിത് അനുഭവിച്ച് തന്നെ അറിയുന്നതാണ്. അതായത് കുറച്ച് പഠിക്കാൻ ഫ്രണ്ട്സ്, എന്നാൽ ഒരേ വൈബിൽ കളിക്കാനും ഇതുള്ളത്. സെഗ്മെൻറ്റ് 5, വെൻ പ്ലാനിങ്. ഇതിൽ പറയാൻ പോകുന്നത് സ്മാർട്ട് ഗോൾസിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു ഗോൾ വെക്കുമ്പോൾ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്ക് നവംബർ 20 ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ എനിക്ക് നവംബർ 26-ാം തീയതി എനിക്ക് എക്സാം ഉണ്ട്, സെം എക്സാം ഉണ്ട്, ഡിഗ്രി BSc ഫിസിക്സ് ആണ് അപ്പോൾ പഠിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ 26-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ടിട്ട് അന്ന് വരെയുള്ള ആ ഒരു പ്ലാനിങ്, അത് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ അറിയാം. അതിലെ ഓരോ ഡേയ്ക്കും ഓരോ സബ്ജക്റ്റ് കൊടുത്തിട്ട് ഓരോ ടൈം ഇൻ്റർവെൽ കൊടുത്തിട്ട് അതങ്ങോട്ട് എല്ലാ ദിവസവും ഡിസിപ്ലിനോട് കൂടിയിട്ട് കഴിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ ഈ ഗോൾ വയ്ക്കുമ്പോൾ, അതായത് ഒരു ദിവസത്തെ ഞാൻ ഇത്ര പഠിക്കും എന്നുള്ള ഗോൾ വയ്ക്കുമ്പോൾ, ഞാൻ ഇതും മുന്നത്തെ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്മാർട്ട് ഗോൾ വയ്ക്കാൻ ശ്രമിക്കുക. സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ SMART. S എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, M എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിലൊക്കെ ഓരോ ആക്രോണിം ഉണ്ട്. ഇത് ഞാൻ ഫുള്ള് വീണ്ടും ഈ വീഡിയോ ലെങ്തി ആവുള്ളൂ. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാം ആ വീഡിയോയുടെ, നിങ്ങൾ അതൊന്ന് പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്ത് ഗോൾ വയ്ക്കുകയാണെങ്കിലും നിങ്ങൾ സ്മാർട്ട് ഗോൾ ആവണം. എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ ആണ്, R എന്ന് പറഞ്ഞാൽ റിലവൻ്റ് ആണ്, T എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ട് ആയിരിക്കണം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. നിങ്ങൾക്ക് അത് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണുക. ഇനി അപ്പോൾ അതാണ് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വെൻ പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ സ്റ്റഡിങ്. സെഗ്മെൻറ്റ് 6, ആപ്സ്. ഇപ്പോൾ 3 ആപ്പുകളേക്ക് പറഞ്ഞ ഒരാളെ, ആങ്കി ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ChatGPT ഉണ്ട്. ഈ 3 ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ആങ്കി എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് കാർഡ് ആപ്പാണ്. അതായത് നിങ്ങളിപ്പോൾ പഠിച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ആപ്പാണ് കേട്ടോ അത്.
അത് നിങ്ങളത് പഠിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് 24 മിനിറ്റ് അങ്ങനെ 24 ഹവർ അങ്ങനെ അവർ തന്നെ ടൈം ബൗണ്ട് ആക്കിയിട്ടുണ്ടാവും. ആ ടൈം കൊണ്ട് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഫോൺ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം സ്ക്രോൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ആംഗി എടുത്ത് നോക്കുകയാണെങ്കിൽ എളുപ്പമായി നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആവും. അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവും. അതാണ് ആംഗി. രണ്ടാമത് ഫോറസ്റ്റ്. നിങ്ങൾ പഠിക്കുമ്പോൾ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ ഉപകാരം? അതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇപ്പോൾ 25 മിനിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പ്രോസസ്സ് എൻജോയ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അടുത്തുള്ളത് ചാറ്റ് ജി പി ടി. ഈ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞതാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന അറിവിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ മാർക്കിന് വേണ്ടി ആയിരിക്കരുത്. അതായത് നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവണം. എന്നാലേ ഈ സയൻസും ഫിസിക്സും അതൊക്കെ ഒന്ന് കൂടുള്ളൂ, ഗ്രോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് പോയി. അപ്പോൾ നിങ്ങളത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പനെ ടീച്ചർമാരോട് പോയിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കിപ്പോൾ ഉള്ളൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോൾ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റിൻ്റെ കാലങ്ങളെല്ലാം ഇപ്പോൾ നിൽക്കണേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി, മെറ്റ, ഓപ്പൺ ഐ അങ്ങനെ എല്ലാം കുറേ ഐകളുണ്ട്. ജെമിനി ഐ, ഗൂഗിളിൻ്റെ വക. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് തന്നെ ചോദിക്കാം. അതായത് നിങ്ങൾക്ക് തോന്നുന്ന തോട്ട് എന്താണ്, നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ എന്താണ്, അതൊക്കെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. യൂട്യൂബ് ഉണ്ട് വേറെ പറഞ്ഞതാണെങ്കിൽ. അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും. സെഗ്മെൻറ്റ് 7 മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം, സിമ്പിളായിട്ട്. കാരണം വീഡിയോ ലെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ സ്പൈഡർ വെബ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 25 അങ്ങനെ 25 ഒരു 2 മണിക്കൂർ നിങ്ങൾ അങ്ങനത്തെ സെഷൻ എടുത്ത് വിചാരിക്കുക. നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണ് കോർ കോൺസെപ്റ്റ് പഠിച്ചത് അത് സെൻട്രൽ ചെയ്താൽ ഒരു പദസൂര്യൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇത് പദസൂര്യനല്ല, ഇങ്ങനെ ഇത് വലുതായിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര പഠിക്കണോ ആ ഇൻഫർമേഷൻ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അതിന് വലുതായി അത് നമ്മൾ ആദ്യം സെൻട്രൽ ഒരു കോൺസെപ്റ്റ് വരയ്ക്കും. അതിൻ്റെ ഒരു സമ്മറി ഇപ്പുറത്തെ ഒരു ഇത് ചെറുതായിട്ട് വരും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്നിങ്ങനെ എല്ലാം മൈൻഡ് മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇത് കിട്ടും, ഉള്ളിൽ തന്നെ ഒരു പിക്ചർ കിട്ടും. ഇത്ര ഉള്ളൂ അല്ലേ നമ്മൾ പഠിച്ച ഈ ചാപ്റ്റർ. അല്ലെങ്കിൽ ആകെ ഡൈവേഴ്സ് ആയിട്ടാവും എല്ലാം കിടക്കുന്നുണ്ടാവുക. കണക്ടിവിറ്റി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും മെമ്മറി കുറേ നേരം നിൽക്കും. സെഗ്മെൻറ്റ് 7 കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ എന്താണ് പഠിക്കാനുള്ളത് അത് എല്ലാ ദിവസവും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു ദ സക്സസ്. അത് മാത്രമല്ല എനിക്കൊരു കഥ കൂടിയും പറയാണ്ട്. ഈ ഷോർട്സ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത്, അതായത് നിങ്ങൾക്ക് 2 ആൾക്കാരുണ്ട്, 2 ഗ്രൂപ്പ് ഓഫ് 2 പീപ്പിൾസ്. 2 ആൾക്കാരോടും മരം വെട്ടാനാണ് ജോലി കൊടുത്തോളണേ. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ മുന്നേ. അപ്പോൾ മരം വെട്ടാൻ വേണ്ടിയിട്ട് 2 പേരും അങ്ങനെ മരം വെട്ടി തുടങ്ങും. പക്ഷേ അതിലത്തെ ഒരു ഗ്രൂപ്പ് എന്താ ചെയ്യുക വെച്ചാൽ നന്നായിട്ട് മരം വെട്ടി തുടങ്ങും. ആദ്യം എന്നിട്ട് ടൈം കൂട്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കും. അപ്പുറത്തെ ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ അവരുടെ ആദ്യത്തെ 2 മണിക്കൂർ അവർ ആ കത്തിയുടെ മൂർച്ച കൂട്ടും. ആ കത്തിയുടെ മൂർച്ച കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആ അടുത്ത മണിക്കൂറുകളിൽ ഇവർ സുഖമായിട്ട് കുറച്ച് നേരം വെട്ടുള്ളൂ. ഒബ്വിയസ്ലി ആരാ ജയിക്കുക? രണ്ടാമത്തെ ടീം അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിലും. അതായത് നമ്മളിപ്പോൾ ഉള്ളത് വലിയൊരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ്. ഇതിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്കൊരു സക്സസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ മൂർച്ച നമ്മൾ കൂട്ടേണ്ടതായിട്ടിരിക്കണം. കുറച്ച് സമയം നമ്മൾ തന്നെ മെനക്കെട്ടിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ഓരോ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളുടെ ബ്രെയിനിൻ്റെ മൂർച്ച കൂട്ടേണ്ടതായിട്ടിരിക്കണം. അപ്പോൾ ഇത് എൻ്റെ വീഡിയോനെ കാണണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടണേ, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കണം, അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടിയും പഠിക്കുക എന്നുള്ളത് ഒന്നുകൂടിയും ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കണേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കണേ അങ്ങനെ നിങ്ങൾക്ക് അറിയണില്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കണമെന്ന് ഒന്നുകൂടി ഡീപ്പായിട്ട് അറിയണമെങ്കിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ക്ലിക്ക് ചെയ്യുക. ബൈ, അപ്പോൾ അവിടെ കാണാം.